എന്തായി? ഓക്കെ വന്നല്ല. അപ്പോ എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. എന്നാ ശരി, വലിയ ഉപകാരം കേട്ടോ. എന്നാ പിന്നെ ശരി, നമ്മളെ ഇലക്ട്രീഷ്യനെ വിളിച്ച് കാണിച്ചായിരുന്നു. അപ്പഴാ പറഞ്ഞ ബോർഡിലൊന്നും അറിയിക്കാം, മീറ്ററിലെ ആയതുകൊണ്ടേ. അതിൽ നിറച്ച് കടന്നലാണ് ആ മീറ്റർ ബോക്സിന്റെ അകത്തെ കുത്തിയാനെ കണ്ടിൽ തൂത്തിയാനെ. അയ്യോ, പക്ഷെ അത് സാറത് കറക്റ്റ് ചെയ്തത്. അപ്പൊ ശരി, വലിയ ഉപകാരമായി. അപ്പൊ ഞങ്ങള് പോയിക്കോട്ടെ. ശരി ശരി. അല്ല അല്ല അവിടുന്നേ പോസ്റ്റിലൊക്കെ കയറി കൊറേ പണിയുണ്ടായത്. എന്താ അറിയാട്ടാ, നമ്മളെ കേട് ഇവിടെ തന്നെ ആയിരുന്നു. പക്ഷെ നമ്മളത് എവിടെയാണെന്നുള്ളത് നോക്കാൻ വേണ്ടിട്ട് ഇപ്പൊ അവിടെ പുറത്ത് അവിടെ ഒരു പോസ്റ്റിന്റെ മുകളിൽ കയറി, പിന്നെ അതിന്റെ തൊട്ട് അപ്പുറത്തെ വേറൊരു പോസ്റ്റിൽ കയറി. അപ്പൊ അങ്ങനെ അങ്ങനെ കുറെ പണികളൊക്കെ ചെയ്ത് പിന്നെ ലൈനൊക്കെ ഇങ്ങനെ ഓരോന്ന് നോക്കി 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 വന്നിട്ടാണ് ഇപ്പൊ നമ്മൾ ഇവിടെ ഇത് കണ്ടുപിടിച്ചത്. ഈ ടെക്നോളജി ഇപ്പോഴും ഈ ബോർഡിലേ ഉള്ള ഒരു മാറ്റമില്ലാത്ത ഭയങ്കര ജോലിയായി. ഇല്ല, ബാക്കിയെല്ലാം കമ്പ്യൂട്ടർ ആക്കി. ഇപ്പൊ ലൈൻമാന്മാര് മാത്രമേ മനുഷ്യരായിട്ടുള്ളൂ. അപ്പൊ ഞങ്ങള് വലിയ ഉപകാരം. അല്ല, ഞങ്ങൾ ഇനി വരൂല, ആ വഴി പോകും. അറിയില്ല വഴി. അവിടുന്ന് ഇടത്തോട്ട് കയറി അങ്ങ് റോഡിൽ കയറാം. വഴി അറിയാ. എന്താ വേണ്ട? അല്ല, എന്തെങ്കിലും ഒരു എന്നത് ഇത് 100 ഉള്ളൂ. 100 രൂപ ഇപ്പൊ ഞങ്ങള് രണ്ടുപേരും കൂടെ വീതിച്ചു കഴിയുമ്പോ ഇത് എനിക്ക് ചെയ്യാവുന്ന പണിയുള്ളായിരുന്നു. അന്നങ്ങോട്ട് ചെയ്യായിരുന്നില്ല, പിന്നെ ഞങ്ങളെ വിളിച്ച കറണ്ടല്ലേ. അതാണ് ചേട്ടാ, ഇതെന്താ അറിയാമോ, ജീവൻ പണയം വെച്ചിട്ടുള്ള പരിപാടിയാണ്, മനസ്സിലായില്ലേ? അപ്പൊ ഞങ്ങൾ ഈ 500 രൂപയിൽ കുറഞ്ഞിട്ട് വാങ്ങിക്കാറില്ല. അതാണ്. ഒരു കാര്യം ചെയ്യും, ഞാൻ അങ്ങോട്ട് വരുമ്പോ തരാം. ഇപ്പൊ എന്റെ ഒന്നും ഇല്ലാഞ്ഞിട്ടാ. സാറിനൊക്കെ ബുദ്ധിമുട്ടാവില്ല, ഇനി അവിടെ വരെ അന്വേഷിച്ചു. ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഞാൻ എപ്പോഴും അത് ഇരുന്നില്ലേ, ഞാൻ വരുമ്പോ തരാം. അല്ല, 100 രൂപ മേടിക്കാറില്ല ഇപ്പൊ. എന്നെ വിശ്വാസം ഇല്ലയൊന്ന്, ഞാൻ വരും. ഇനിയിപ്പോ വിളിക്കുമ്പോ നമ്മള് പെട്ടെന്ന് വരണ്ടേ? പെട്ടെന്ന് ഇനിയും വരണല്ലോ. ഈ ക്രിക്കറ്റ് കളി ഉണ്ടായതുകൊണ്ടേ അത് കാണണമായിരുന്നു, അതുകൊണ്ടായിരുന്നു. ഒരു കുഴപ്പമില്ല, ഞാൻ എന്തായാലും തരാം, പൈസ തരാം. ശരി ശരി. ഓക്കെ, എല്ലാവരും ഔട്ടായിന്നാ തോന്നണം. അയ്യോ, കറണ്ട് പോയായിരുന്നു നല്ലത്. വലിയ ഉപകാരം. ഇതുവഴി അങ്ങ് ഇറങ്ങാം. ശരി, ഇതാണല്ലേ വഴി. പറഞ്ഞാ ഈ പൈസ തിരിച്ചു കൊടുക്കണോ? വേണ്ട വേണ്ട, ഇരിക്കട്ടെ, സർബത്തെങ്കിലും കുടിക്കാവോ? 10 രൂപ വൈക്കൂലി കൊടുക്കണ പോലെ. അതെ, ഇയാളുടെ കൺസ്യൂമർ നമ്പർ ഒന്ന് എഴുതിയിട്ട് തരട്ടാ, ഇനി വിളിച്ചാ വരണ്ടല്ല. എന്തരപ്പളിയല്ലേ? അതെ, രണ്ടാള് എന്തെങ്കിലും ഒരു കൂട്ടി തന്ന എന്താ കുഴപ്പം? അല്ലെന്ന്, നമുക്കേ ഈ കമ്പ്യൂട്ടർ വൽക്കരണം വന്നത് വലിയ കുരിശായിട്ടുണ്ട്. ഇത് വന്ന സമയത്ത് അതിനെ എതിർത്തു. പിന്നപ്പോ ഇപ്പൊ നമ്മൾ ഈ 500 ചോദിച്ചത് അവിടെ കേന്ദ്രത്തിൽ വരെ അറിയും. SMS വിട്ടാ പോരെ ഇപ്പൊ. ഇനിയിപ്പോ ഇവൻ വല്ല തീരുമാനം ഉണ്ടാക്കുന്നുള്ള. അയാളുണ്ടാവില്ല, അയാളൊരു ക്രിക്കറ്റ് ഭ്രാന്തനാണ്. കറണ്ട് വന്നപ്പോ തന്നെ അയാൾക്ക് സന്തോഷമായി. രാവിലെ തന്നെ കൈനീട്ടം മോശമുള്ള പരിപാടി അല്ലേ? ഇന്നത്തെ കാര്യം ഇനി പോക്കാം, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വേറെ ഏതൊരു വീട് പറഞ്ഞിട്ടുണ്ടായില്ല, നമ്പർ നോക്കിയാൽ. അത് 260. ഓക്കെയാണ്. നമുക്ക് ഈ 56 വയസ്സിൽ റിട്ടയർഡ് ആകുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കണോട്ടെ. കനക എന്തുണ്ടാക്കണോ? ഇതുപോലുള്ള തെണ്ടികളല്ലേ ഈ 100 ഉറുപ്പ്യ കിട്ടിയിട്ട് ഏത് കാലത്ത് ഉണ്ടാവാനാണ്? അല്ല, വേറെ എന്തെങ്കിലും മാർഗം ഉണ്ട്, അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അകത്തോട്ടും കൂടി കയറ്റൂല, വെറുതെ വെയിൽ കൊണ്ട് ചാകാന്നേ ഉള്ളൂ. ഇത് 271. 260 അല്ലേ? അത് അവിടെ ഇരിക്കും. അവിടെ എനിക്ക് സ്വർണത്തിന്റെ വിലയൊക്കെ അറിയണം. എന്റെ കർത്താവേ, തങ്കം സ്വർണത്തിന്റെ വില നോക്കുന്ന നാട്ടുകാർ കേൾക്കണ്ടേ? ശരിക്കും എന്താ തങ്കത്തിന് സ്വർണത്തിന്റെ വില നോക്കാൻ പാടില്ലേ? എന്തായാലും എന്റെ തങ്കത്തോളം ഒരു സ്വർണവും വരില്ല. അതങ്ങ് സുഖിച്ചു കേട്ടോ. ഈ പത്രം ഞാൻ വായിക്കുമല്ലോ, ക്ലീറ്റോ. ഈ പേജ് തന്നെ ഈ ബാക്കി വായിര്. റേഷൻ കാർഡ് വിതരണം ഉടൻ തുടങ്ങും. റേഷൻ കടയുടെ മുമ്പിൽ ആൾക്കാരുടെ കുറേ ബഹളമായിരുന്നു. അഴിമതി സാധ്യതയുള്ള 5 വകുപ്പുകൾ വിജിലൻസ് നിരീക്ഷണത്തിൽ. നന്നായി. അഴിമതി സാധ്യത കാണിക്കുന്ന 5 വകുപ്പുകൾ വിജിലൻസിന്റെ നിരീക്ഷണത്തിൽ. കൊള്ളാലോടി, നിന്റെ ആങ്ങളെ അവിടെ ഒന്ന് സൂക്ഷിച്ചോളാൻ പറ.
അതിനാ സൂക്ഷിക്കണം. അഴിമതി കാണിക്കുന്ന 5 വകുപ്പുകൾ വിജിലൻസ് നിരീക്ഷണത്തിലാണ്. അവന്റെ വകുപ്പും ഉണ്ട്, ഇലക്ട്രിസിറ്റി. ഓ അതാണ് ഇത്ര സന്തോഷം അല്ലേ? അഴിമതിയുടെ കാര്യത്തിൽ നിന്റെ ആങ്ങളെ തീരെ മോശമല്ല. എൻ്റെ ആങ്ങളയുടെ കാര്യം നോക്കിക്കോളും. നിങ്ങൾ കിടന്ന് ഒരുപാട് ടെൻഷൻ അടിക്കണ്ട കേട്ടാ. അവന് അഴിമതി എന്നല്ല ഒരു കാര്യത്തിലും കൊടുക്കാൻ പറ്റൂല. അവനേ ഇങ്ങോട്ട് നോക്ക്, ഹവീൽദാർ വീരഭദ്രൻ നായരുടെ മോനാ, അതോർത്തോ. ഓ അതെ, ഈ പാട്ടൊന്ന് നിർത്താമോ? ഇത് കുറേ കാലം കൊണ്ട് ഞാൻ കേട്ടോണ്ടിരിക്കുക. ഒരു ഹവീൽദാർ വീരഭദ്രനും ഒരു പട്ടാളക്കാരനും ഹരിശ്ചന്ദ്രന്റെ മോനൊന്നും അല്ലല്ലോ. അതെ, ഹരിശ്ചന്ദ്രന്റെ മോൻ തന്നെയാണ്. നിങ്ങൾക്ക് എന്താ നഷ്ടം? ഇങ്ങോട്ട് നോക്കിയേ, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവനെന്ന് 7ാം ക്ലാസ്സിലാ. അവന്റെ ക്ലാസ് ടീച്ചറിന്റെ 5 പവന്റെ മാല നഷ്ടപ്പെട്ടിട്ട് ഇവന്റെ കയ്യിലാ കിട്ടിയത്. ഒന്നും നോക്കാതെ എന്റെ കൊച്ചുകൊണ്ട് ഏത് ഹെഡ് മാസ്റ്ററുടെ കയ്യിൽ ഏൽപ്പിച്ചു. അന്ന് അവന്റെ പത്രത്തിൽ ഫോട്ടോയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെയാണ് അന്ന് അവന് തിരിച്ചറിവില്ലാത്ത കാലം, സ്വർണവും മാല എന്താണെന്നൊക്കെ. ഇന്നിപ്പോ അതല്ലല്ലോ. ഇന്ന് എല്ലാ ഉടായ്പിന്റെ ആളല്ലേ. പിന്നെ നിങ്ങൾ അത്ര എന്തായാലും വരൂല ഉടായി. പത്രത്തിൽ ഫോട്ടോ വരാനൊക്കെ അധികം സമയമൊന്നും വേണ്ട. അങ്ങനെ വന്നാൽ ഞങ്ങൾ അങ്ങ് സഹിച്ചോളാം. സഹിച്ചേ പറ്റൂ. സഹിക്കും. അല്ലാതെ എന്താണ്? അപ്പൊ ക്ലീറ്റോയെ അന്വേഷിക്കരുത്. വേണ്ട, എലി കരയാണ് ഒച്ച കേൾക്കണത്. ഒരു എലിപ്പെട്ടി മേടിക്കാൻ പറഞ്ഞിട്ട് ഇതുവരെ പറ്റിയിട്ടില്ലല്ലോ നിങ്ങളെ കൊണ്ട്. ഓഹോ, ഇവിടെ ഒരു പൂച്ചയെ കൊണ്ടിട്ടിട്ടുള്ള, പിന്നെ അതിനെന്താണ് പണി? അതെന്തേലും പണി എടുക്കട്ടെ. പൂച്ച നിങ്ങളെ പോലെ ഒരു പണിയില്ല. നിങ്ങളെപ്പോലെ ഉത്തരവാദിത്തമുള്ള 2 ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഞാൻ ഇങ്ങനെയുള്ള ഒരു പ്രവൃത്തി പ്രതീക്ഷിച്ചതേ ഇല്ല. KSEB തന്നെ ജോലി ചെയ്യുക, എന്നിട്ട് അതിന്റെ പൊതുമുതൽ കട്ട് വിൽക്കുക, ആ പണം സ്വന്തം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക. ഇത് ക്രിമിനൽ കുറ്റമല്ലേ? കന, നിങ്ങൾക്ക് വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് വന്നവരാണല്ലോ, ടെസ്റ്റ് എഴുതിയാണല്ലോ ജോലിക്ക് കയറിയത്. അത് ഒരു കുറ്റമാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം നിങ്ങൾക്കില്ല? സാറേ, ചെയ്തത് കുറ്റം തന്നെയാണ് സാറേ, പക്ഷെ അത് ചെയ്തു പോയില്ലേ. അതാണ് പറഞ്ഞു വരുന്നത്. ചെയ്തു പോയതിനോട് പ്രായശ്ചിത്തം ചെയ്യണം. ചെയ്ത സാധനം നിങ്ങൾ ഇവിടെ കൊണ്ടുവയ്ക്കണം. സാറേ, അത് തുരുമ്പ് പിടിച്ച് കിടക്കായിരുന്നു. അപ്പൊ പിന്നെ കോപ്പർ തുരുമ്പ് പിടിക്കും. അല്ല, തുരുമ്പ് അല്ല, കനകൻ ഏത് കെമിസ്ട്രി സ്കൂളിലാണ് പഠിച്ചത്? അല്ല, തുരുമ്പ് പിടിച്ചെന്നല്ല, അത് മണ്ണടിച്ചിട്ടേ, മഴ പെയ്തിട്ട് മണ്ണൊക്കെ അതിന്റെ മുകളിലേക്ക് അടിച്ച് ആകെ കറുത്തിരണ്ട് കിടക്കായിരുന്നു. ആവശ്യമില്ലാതെ കിടക്കുകയാണല്ലോ. ആവശ്യമില്ലാതെ കിടക്കുന്ന എന്തെല്ലാം സാധനങ്ങൾ ഇവിടെ ഉണ്ട് കനക? പതുക്കെ അല്ലേ പറ്റുള്ളതാണ്. പതുക്കെ പതുക്കെ എടുത്ത് വിൽക്കാവുന്നു. അല്ല, കുറെ നാളായി സാറേ അത് അവിടെ നിന്ന് മാറ്റാൻ നമ്മൾ പറയണത്. എന്നിട്ട് അവര് മാറ്റിയില്ല. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി മാറ്റിയാണ്. എടുത്ത് മാറ്റി സൂക്ഷിച്ചു വെച്ചതല്ലോ, കൊണ്ടുപോയി വിറ്റതല്ലേ സാറേ. അത് പെട്ടെന്ന് ഒരു അത്യാവശ്യം വന്നപ്പോ അങ്ങനെ ചെയ്തു. കനകൻ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ഈ ഓഫീസിൽ ജോയിൻ ചെയ്തപ്പോൾ ആദ്യം കനകനെയാണ് ശ്രദ്ധിച്ചത്. മറ്റുള്ളവരോട് ഞാൻ പറയുമായിരുന്നു കനകനെ പോലെ ആക്കണം, കനകനെ മാതൃകയാക്കണം. ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് ഇളയ മോളോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് കനകനെ പോലെ ഒരു ഉദ്യോഗസ്ഥനാകാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ എന്നാ. ആ കനകൻ തന്നെ ഇത് ചെയ്തപ്പോ. അല്ല സാറേ, അതിന് മാറ്റമൊന്നുമില്ല, അത് കറക്റ്റാ. അപ്പൊ കനകനും ഈ മാതൃകയും ഈ കോപ്പർ മോഷണവും തമ്മിൽ അങ്ങോട്ട് മാച്ചാവുന്നില്ലല്ലോ. അത് മാച്ച് ആവുന്നില്ല. ഞാൻ ഈ ഫാസിലിനോട് പറഞ്ഞതാണ് സാറേ, അത് വേണ്ട, അത് KSEBയുടെ മുതലാണ്, നമ്മൾ അത് എടുക്കുന്നത് വളരെ മോശമാണ്. ഇനി എങ്ങനെയെങ്കിലും നമുക്കത് വേണ്ടാതെ കിടക്കുന്നതാണെങ്കിൽ പോലും നമുക്ക് സാറിനോടൊന്ന് ചോദിച്ചിട്ട് നമുക്ക്. എന്നോട് ചോദിച്ചിട്ട് വിൽക്കാമെന്നോ? അല്ല, എന്നെ കൂടെ പ്രതിയാക്കാൻ. അല്ല, അങ്ങനെ വേണ്ടാതെ കിടക്കുന്നതാണല്ലോ. അപ്പൊ സാറിന്റെ ഒരു പെർമിഷൻ കിട്ടിയിട്ട് അത് എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞതാ. പക്ഷെ അത് വേണ്ടാന്ന് പറഞ്ഞു. എന്താ ഇപ്പൊ പ്രേരണാ കുറ്റമാണ് ഫാസിൽ? ഇല്ല സാറേ, ഞാൻ നമ്മുടെ ഒരു സ്ഥാപനമാണല്ലോ ഇത്. അപ്പൊ ഒരു ആവശ്യം വന്നപ്പോ അങ്ങനെ. സ്ഥാപനത്തിന് എന്തിനെ ദ്രോഹിക്കാവുന്നു? കൃത്യമായിട്ട് മാസാമാസം ശമ്പളം വാങ്ങിക്കുന്ന ഒരു ഓഫീസ് അല്ലായിരുന്നു ഇത്. സാറേ, ഇന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തണം സാറേ, പ്ലീസ്. രക്ഷപ്പെടാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഞാൻ കംപ്ലൈന്റ് കൊടുത്തുപോയി, ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി നിങ്ങളാണ് ഇത് എടുത്തതെങ്കിൽ നിങ്ങൾ തന്നെ തിരിച്ചു കൊണ്ടുപോയിക്കുക. ഒരു കാര്യം ഞാൻ ചെയ്യാം, 1-2 കിലോ കുഴഞ്ഞാലും വേണ്ടില്ല, നാളെ അവർ ഇൻസ്പെക്ഷൻ വരുമ്പോൾ സാധനം അവിടെ കണ്ടാൽ മതി. സാറേ, ഞാൻ വേറൊരു കാര്യം പറയട്ടെ സാറേ. ഇതിപ്പോ എൻ്റെ പേരിൽ സാറിനൊരു താല്പര്യമുള്ള സ്ഥിതിക്ക് എന്നെ അതിന്ന് പതുക്കേണ്ട ഒഴിവാക്കിയിട്ട് അത് ഫാസിലിന്റെ പേരിലാക്കാൻ പറ്റുമോ? കനക സാറ് ഇവന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് സാറേ സത്യമായിട്ടും എടുത്തത്. എന്നെ ഒഴിവാക്കിയിട്ട് ഇവനെ വേണേ പെടുത്തിക്കോട്ടെ സാറേ. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ രണ്ടുപേരും കൂടെ ആരാണ് പെടുക്കേണ്ടത്, ആരാണ് പെടേണ്ടതെന്ന് രണ്ടുപേരുടെയും ദേഹത്ത് എത്ര നാൾ യൂണിഫോം വേണം നിങ്ങൾ തീരുമാനിക്കുക. ഇത് എവിടെ കൊണ്ടുപോയി കൊടുത്ത് എന്ത് ചെയ്തു നിങ്ങൾ? അത് മറ്റേ ആക്രിക്കടയിൽ കൊടുത്താണ്. ആക്രിക്കടയിൽ? ഈ കോപ്പറിന് എന്തൊക്കെ വിലയുണ്ടെന്ന് അറിയാവോ? അയാൾ ചോദിച്ചിട്ട് തന്നില്ല, വില തന്നില്ല അയാള്. 2 മണ്ടന്മാരെ KSEB ജോലിക്ക് എടുത്തു. പെട്ടതാണോ പെടുത്തിയതാണോ നിങ്ങൾ തീരുമാനിക്കുക. എന്തായാലും സാധനം നഷ്ടപ്പെട്ടു എന്ന് മാത്രമേ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. നിങ്ങളാണ് അത് അടിച്ചു മാറ്റിയതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സാധനം നാളെ ഇൻസ്പെക്ഷന് വരുമ്പോൾ അവിടെ തന്നെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. അതല്ല എങ്കിൽ മുമ്പ് നഷ്ടപ്പെട്ട ട്രാൻസ്ഫോമർ കേസും കൂടെ നിങ്ങളുടെ പെടലിക്ക് വീഴാൻ സാധ്യതയുണ്ട്. അല്ല, അതും നിങ്ങളാണോ? അയ്യോ,
ഇത് എന്നെ നോക്കണ എന്താണ്? എന്തിനാണ് അന്നും പറഞ്ഞത് വേണ്ട വേണ്ടെന്ന്? ആ അത് കൊള്ളാൽ ഇപ്പൊ എനിക്കായ കുറ്റം. അത് കൊണ്ടുപോയി വിറ്റിട്ട് അതിലെ മുഴുവൻ പൈസ നീയല്ലേ കൊണ്ടുപോയത്. സാർ എന്നെ പറ്റി പറഞ്ഞു കേട്ടോ? നീ എന്തു പറഞ്ഞു? ഇത്രയും നല്ല ഉദ്യോഗസ്ഥൻ ഈ ഓഫീസിലില്ല. എന്ത്? അയാൾ ഇന്നലെ വന്നല്ലേ ഉള്ളൂ. എനിക്കറിയാലോ അതിന്റെ ഗുണോദ്ധാരം. ഞാൻ പറയണ്ടെന്ന് കരുതിയിട്ടാണ്. നല്ല ഉദ്യോഗസ്ഥൻ. ആകെ നാണക്കടായി. എന്താണ് ഇനി എന്ത് ചെയ്യുന്നു പറ. എങ്ങനെ ഒന്ന് ഊരിപ്പോരും? ഊരി പോരാനല്ലേ സാറ് വിദ്യ പറഞ്ഞു തന്നത്. നമ്മൾ ഇത് കൊണ്ടുപോയി ആക്രിക്കാരന് വിറ്റില്ലേ, അയാളോട് ചെന്നിട്ട് ഒരു വില പറഞ്ഞിട്ട് അത് തിരിച്ചു വാങ്ങണം. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കണം, ആരും അറിയാതെ. ഇല്ലേ പണി പോവും. അയാൾ തന്നില്ലെങ്കിലോ? ഈടാ അയാളുടെ അടുത്ത് നമ്മളല്ല പോയി ചോദിക്കണ. അല്ല നിന്റെ വീട്ടിലൊരുത്തനില്ലേ, ആര്? എടാ നിന്റെ അളിയൻ ക്ലീറ്റസ്, അവനെ നമുക്ക് ഇതിന് ഉപയോഗിക്കാം. അതെ, ജോലി പോയാലും വേണ്ടില്ല, ക്ലീറ്റസിനെ ഇതുമായിട്ട് കൂട്ടി തുടിക്കണ്ട. എടാ കനക, ഞാൻ പറയണേക്ക്, തെണ്ടിത്തരം ചെയ്യാൻ ഇതുപോലത്തെ ഒരുത്തൻ കേരളത്തിൽ വേറെ ഉണ്ടാവൂല. നീ ഒന്നും മിണ്ടാണ്ട് എന്റെ ഫാസിലെ വെറുതെ അവനെന്തിലേക്ക് ചേർക്കണ്ടെന്നത് ആകെ ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ വഷളാവും. കനക, നമ്മുടെ പണി പോയിട്ട് നീ വീട്ടിൽ പോയി ഇരുന്ന് അവന്റെ തല്ലുകൊണ്ട് നീ ചാകും. അവൻ എന്തെങ്കിലും കൊടുക്കാന്നൊക്കെ പറഞ്ഞൊന്ന് മയപ്പെടുത്തിയിട്ട് നീ ഈ സാധനം ഒന്ന് മേടിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെക്കാൻ പറ. അതേ ഇപ്പൊ വിദ്യയുള്ളൂ, അല്ലെ നമ്മൾ മുഴുവൻ നാറും കുടുംബത്തിലട്ടാ. ഇങ്ങനെ ഇത് ആളുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ മുഖത്ത് നോക്കൂടാ. ഇത് എടുത്ത് വിറ്റപ്പ ആലോചിക്കാത്ത കാര്യം ഇപ്പൊ ആലോചിച്ചിട്ട് എന്താ കാര്യം? ഇപ്പൊ നമുക്ക് ക്ലീറ്റസേ മാർഗമുള്ളൂ, വേറെ നീ ഒന്നും ചിന്തിക്കണ്ട. ഇതിനൊക്കെ കാരണക്കാരൻ നീയാണ്. ഹാ, ഇതെന്ത് നീയല്ലേ മരുന്ന് മേടിക്കാൻ കാശില്ല അപ്പടി ഇപ്പിടി എന്ന് പറഞ്ഞപ്പോ ഇവിടെ ആർക്കും വേണ്ടാതെ കിടക്കുന്ന സാധനം. ഇപ്പൊ ഇതിന് ആള് വരുമെന്ന് ഞാൻ അറിഞ്ഞ. ക്ലീറ്റസിനോട് പറയല്ലേ? ക്ലീറ്റസിനോട് പറയാ, വേറെ ആരാണ് ഈ നേരത്തെ നമ്മളെ സഹായിക്കാൻ? വേറെ ആർക്കും പറ്റൂല. നീ ഒന്നും നോക്കണ്ട, അവനോട് കാല് പിടിച്ച് പറ. Alien versus Alien.